മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ ഹാളിൽ വൻ പ്രതിഷേധം. ഇടതു വലത് മുന്നണികളിലെ കൗൺസിലർമാർക്ക് പുറമെ ബിജെപിയും പ്രതിഷേധിച്ചതോടെയാണ് ഇന്നത്തെ പതിവ് കൗൺസിൽ യോഗം പ്രക്ഷുബ്ധമായത്. കൗൺസിലർമാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ആലോചന വിഷയങ്ങൾ ചർച്ച ചെയ്യുക പോലും ചെയ്യാതെ വൈസ് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. കൈക്കൂലി കേസിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ രണ്ടാം പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ചെയർമാന്റെ അഭാവത്തിൽ ബുധനാഴ്ച നടന്ന പതിവ് കൗൺസിൽ യോഗമാണ് ഏറെ പ്രക്ഷുബ്ധമായത്. ചെയർമാന്റെ അഭാവത്തിൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണിയുടെ അധ്യക്ഷതയിൽ കൗൺസിൽ യോഗം നടത്തുവാൻ ശ്രമിച്ചെങ്കിലും UDF കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇവിടെ ഭരണപരമായി യാതൊരു കുഴപ്പമില്ല, എല്ലാം അതിന്റെ പാസാക്കി വിട്ടാൽ പിന്നെ തർക്കമിരിക്കുന്നത് ആർക്ക് ചെയർമാൻ വല്ല കുഴപ്പമുണ്ടോ? ഒരു ചെയർമാനൊരു കുഴപ്പമില്ല. അദ്ദേഹം 13-ാം തീയതി കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയർമാൻ ഈ അഴിമതിക്കാരനായ ചെയർമാന്റെ കസേരയിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സൺ ഇറങ്ങി ഈ കൗൺസിൽ യോഗം നടത്താതെ ഇത് അദ്ദേഹത്തിന്റെ രാജി ഉറപ്പാക്കുന്ന സമീപനത്തിലേക്ക് കടക്കണമെന്നാണ്. ചെയർമാൻ രാജിവെക്കാതെ കൗൺസിൽ ചേരുവാൻ അനുവദിക്കില്ലെന്നും വിഷയത്തിൽ LDF നിലപാട് വ്യക്തമാക്കണമെന്നും UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ചെയർമാന് LDF പിന്തുണ നൽകില്ലെന്നും ഇക്കാര്യം LDF നേതൃത്വം വാർത്താ സമ്മേളനത്തിലൂടെ മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും LDF കൗൺസിലർ മുഹമ്മദ് അഫ്സൽ യോഗത്തിൽ നിലപാടറിയിച്ചെങ്കിലും പ്രതിപക്ഷ കൗൺസിലർമാർ ബഹളം തുടരുകയായിരുന്നു. ഇവിടെ നഗരസഭാ ചെയർമാൻ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നഗരസഭാ ചെയർമാനാണ് ഈ ചെയറിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ ആ ചെയറിലിരുന്ന് ഈ കൗൺസിൽ നിയന്ത്രിക്കുവാൻ LDFന്റെ കൗൺസിലർമാർ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ആരാണ് ചെയർമാനെ ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്? ആരുടെ ബലത്തിലാണ് ത്രിപുര നഗരസഭാ ചെയർമാൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? ആരാണ് അദ്ദേഹത്തെ ഇന്ന് പകലും രാത്രിയും മറ നീക്കാതെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുമ്പിൽ അറിയാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അദ്ദേഹം ഏത് പാർട്ടിയാണോ, ഇനിയിപ്പോൾ CPMന്റെ പാർട്ടി മെമ്പറാണോ അല്ലയോ, അല്ലെങ്കിൽ മുമ്പ് കോൺഗ്രസ്സുകാരനാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല നമ്മളുടെ മുമ്പിലുള്ള ചർച്ചാ വിഷയം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ അത് സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയുന്നതുവരെ അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് അഭികാമ്യമായ കാര്യം. അതാണ് നമ്മളുടെ നാട്ടിൽ കണ്ടുള്ള മാതൃകകൾ. നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അവർ രാജിവെച്ച് മാറി നിൽക്കുകയും ആ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോഴത്തേക്കും വജ്രശോഭയോടുകൂടി അവർ തിരിച്ചു വരികയും ചെയ്തതിന് നമ്മുടെ നാട് സാക്ഷിയാണ്. അതാണ് ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞങ്ങൾക്കും പറയുവാനുള്ളത്. ചെയർമാനെ പുറത്താക്കുന്നതിനായി തങ്ങൾ അവിശ്വാസ പ്രമേയത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇതിനുവേണ്ട ഭൂരിപക്ഷം BJPക്ക് ഇല്ലാത്തതിനാലാണ് പ്രമേയം അവതരിപ്പിക്കാത്തതെന്നും ആർജവമുണ്ടെങ്കിൽ UDF കൗൺസിലർമാർ BJP കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകി ആത്മാർത്ഥത തെളിയിക്കണമെന്ന് BJP കൗൺസിലർമാരും ആവശ്യപ്പെട്ടതോടെ യോഗം കൂടുതൽ ബഹളത്തിലേക്ക് നീങ്ങി. ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ചെയർമാൻ കൈക്കൂലി പിരിച്ചു മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ചെയർമാനെ വിജിലൻസ് പ്രതി ചേർത്ത സാഹചര്യത്തിൽ അദ്ദേഹം സ്വയം രാജിവെച്ച് പോകേണ്ടായിരുന്നു. അദ്ദേഹം രാജിവെച്ച് പോകാത്ത സാഹചര്യത്തിൽ ഇവിടെ അയാളെ പുറത്താക്കാനുള്ള നിയമമുണ്ട്. 35 കൗൺസിലർമാരിൽ 12 പേര് ഒപ്പിട്ടാൽ മാത്രമേ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ BJPക്ക് 8 പേര് മാത്രം ഉള്ളതുകൊണ്ടാണ്. അതാണ് ഞങ്ങളുടെ ദൗർബല്യം. ഞങ്ങൾ 8 പേര് ഒപ്പിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടക്കുകയാണ്. 8 പേര് ഒപ്പിട്ട നോട്ടീസുമായിട്ട് ഞങ്ങൾ നടക്കുകയാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ. LDFും UDFും അവിശ്വാസ പ്രമേയത്തിന് സഹകരിക്കാത്ത LDFുകാരൻ പറയുന്നു പിന്തുണ ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നു. ഈ ചെയർമാനിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. അപ്പോൾ LDFുകാർ കൊണ്ടുവരേണ്ടായിരുന്നു, അവർ കൊണ്ടുവന്നില്ല. നിയമപരമായിട്ട് ചെയർമാനെ മാറ്റുവാനുള്ള ധാർമ്മികത ഉണ്ടെങ്കിൽ, ധാർമ്മികത മൂല്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ UDF കൗൺസിലർമാർ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസ്സാക്കുവാൻ വേണ്ടി തയ്യാറാകണം. അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നഗരസഭയിൽ ദൈനംദിനം നടക്കുന്ന ഭരണകാര്യങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക് ആക്കുന്നതിനോട് BJPക്ക് യോജിപ്പില്ല. ഇതിനിടയിൽ ചെയർമാന്റെ അധിക ചുമതലയുള്ള വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി യോഗം തുടങ്ങാൻ ശ്രമം നടത്തിയതോടെ
UDF കൗൺസിലർമാർ അധ്യക്ഷയുടെ ചേംബറിലേക്ക് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധവുമായി എത്തി. ഇതിനെ തുടർന്ന് UDF കൗൺസിലർമാരും LDF കൗൺസിലർമാരും തമ്മിൽ നടന്ന ശക്തമായ വാഗ്വാദത്തിനിടയിൽ പ്രതിപക്ഷ നിരയിലുള്ള വനിതാ കൗൺസിലർമാർ അജണ്ട നോട്ടീസ് തട്ടിപ്പറിച്ച് ഡൈസിൽ കീറിയെറിഞ്ഞത് പ്രശ്നം കൂടുതൽ വഷളാക്കി. ചെയർമാൻ കൈക്കൂലിക്കാരനാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ ജെസ്സി ആന്റണി താൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നഗരസഭയുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരും സഹകരിക്കണമെന്നും പറഞ്ഞു. ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നോടാരും അഴിമതിക്കാരനാണെന്ന് അഴിമതി കാണിച്ചു എന്ന് ചെയർമാൻ വ്യക്തിപരമായിട്ട് അഴിമതി കാണിച്ചു എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായ ഒരു കാര്യം അറിയാതെ ഞാൻ ആരെയും അഴിമതിക്കാരായിട്ട് കണ്ണടച്ചിരിച്ചാക്കുന്നതല്ല. നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയൂ, ചെയർമാൻ ഇന്നയാളോട് ഇത്ര കാശ് മേടിച്ച് ഇന്ന കാര്യത്തിൽ പറ, അവരും കൂടെ സമ്മതിക്കട്ടെ. അപ്പോൾ ഞാൻ പറയും ചെയർമാൻ അഴിമതിക്കാരനാണ്. വിജിലൻസ് കേസെടുത്തത് വിജിലൻസ് അന്വേഷിക്കട്ടെ. അഴിമതിക്കാരനാണെങ്കിൽ പാർട്ടി പറഞ്ഞിരിക്കുന്നത് ചെയർമാനോട് അഗ്നിശുദ്ധി വെട്ടി തിരിച്ചു വരുന്നോടം വരെ മാറി നിൽക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ കൗൺസിൽ ഹാളിൽ BJP അംഗങ്ങൾ UDFും LDFും ഒത്തുകളിക്കുന്നതായി ആരോപിച്ച് മുദ്രാവാക്യം വിളികൾ ആരംഭിച്ചതോടെ രംഗം വീണ്ടും പ്രക്ഷുബ്ധമായി. അധ്യക്ഷയുടെ ചേംബറിന് മുന്നിൽ നിന്ന് അംഗങ്ങൾ തമ്മിൽ പരസ്പരം പോർവിളികൾ മുഴക്കിയതോടെ 25ഓളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് ചേർന്ന പതിവ് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതായി വൈസ് ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചതോടെ ബഹളം അവസാനിപ്പിച്ചത്. തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങിയ UDF കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അഴിമതിക്കെതിരായി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സ്ഥാപിച്ച ഒപ്പുമതിലിൽ ഒപ്പിട്ടതിനു ശേഷമാണ് തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചെലവിൽ സ്റ്റൈഫൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.